ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തണിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫയലിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഡേറ്റ ഫ്രെയിം ആക്കുന്നത് എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതെൻ്റെ കമ്പ്യൂട്ടറിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എക്സൽ ഷീറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സൽ ഷീറ്റാണ്. ആകെ 4 ഡേറ്റ ആണുള്ളത്. ഡേറ്റ ആദ്യത്തെ വരി എന്ന് പറയുന്നത് എൻ്റെ ഹെഡറാണ്. അതായത് നെയിം, രണ്ടാമത്തെ കോളത്തിൽ മാർക്സ് ഫിസിക്സ് ഉണ്ട്, മൂന്നാമത്തെ കോളത്തിൽ മാർക്സ് മാത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 4 കുട്ടികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവരുടെ ഫിസിക്സിലെ മാർക്കും മാത്സിലെ മാർക്കും ഞാൻ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ എക്സൽ ഫയലിലേക്ക്. ഇനി ഈ എക്സൽ ഫയൽ തുറന്നിരിക്കുമ്പോൾ നമുക്ക് പൈത്തണിൽ പോയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, രണ്ടും കൂടി ഒരുമിച്ച് തുറക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സൽ ഫയൽ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇത് ക്ലോസ് ചെയ്തിട്ട് സേവ് ചെയ്യണം. ഞാനിത് സേവ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കോഡുള്ള അതേ ഫോൾഡറിലാണ്. അപ്പോൾ ഞാനത് സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എക്സൽ ഫയൽ ക്ലോസ് ചെയ്യുകയും സേവ് ചെയ്യുകയും ചെയ്തു. ഒരു കാര്യം കൂടെ ഞാൻ ചെയ്തു, അതേ എക്സൽ ഫയലിനെ തന്നെ ഞാൻ കോമ സെപ്പറേറ്റഡ് വാല്യൂസ്, അതായത് CSV ഫയലായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനെ ഒന്ന് നോട്ട് പാഡിൽ തുറന്ന് കാണിക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത്. സെയിം എക്സൽ ഫയലാണ്. അതിൽ ഓരോ ഡേറ്റയും നമ്മൾ എന്തായിട്ടാണ് കോമ ഇട്ടിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു റോ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലൈനിലേക്ക് വരുമ്പോൾ അത് അടുത്ത റോ ആയിട്ട് അങ്ങനെയാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ ഇവിടെ തുറന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പൈത്തൺ കൊണ്ട് തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എററാണ് വരാൻ പോണേ. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് സേവ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ ഫോൾഡറിനകത്ത് ഒരു കോഡ് ഉണ്ട്. ഈ കോഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അത് തുറക്കാൻ പോണേ. സെയിം ഡേറ്റയുള്ള ഫയൽസിന് ഞാൻ 2 പേരിലാണ് സേവ് ചെയ്തേക്കുന്ന. പേര് ഫസ്റ്റ് പാർട്ട് സിമിലർ ആണ്, സ്റ്റുഡൻസ് മാർക്ക് എന്നാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. ഒന്ന് മൈക്രോസോഫ്റ്റ് എക്സൽ കോമ സെപ്പറേറ്റഡ് വാല്യൂ, അത് CSV ഫയലായിട്ടും, വേറൊരെണ്ണം മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് ആയിട്ടും, അതായത് XLS ഫയലായിട്ടും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി പൈത്തണിനകത്ത് എങ്ങനെയാണ് ഇത് തുറന്നിട്ട് നമുക്ക് ആ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റുക എന്ന് കാണിച്ചത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കോഡ് കാണും. അതായത് കോഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡാണ്. എന്ത് ചെയ്യണം? ഡേറ്റ ഫ്രെയിം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തായാലും പാണ്ട ഇമ്പോർട്ട് ചെയ്തതിലേ കാര്യമുള്ളൂ. അപ്പം ഞാൻ പാണ്ട ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ അടുത്ത വരിയിൽ ഞാൻ ഡേറ്റ ഫ്രെയിം ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണ് ഡേറ്റ ഫ്രെയിം ഉണ്ടാക്കേണ്ടത്? റീഡ് CSV ഫയൽ, അതായത് CSV ഫയൽ റീഡ് ചെയ്തിട്ടാണ് പാണ്ട ഡേറ്റ ഫ്രെയിം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ റീഡ് CSV എന്നുള്ളത് പാണ്ടാസിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് എൻ്റെ ഫയലിനെ ഫുള്ളായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം ഫോൾഡറിലായതുകൊണ്ട് എനിക്ക് പാത്ത് കൊടുക്കണ്ട. ഇല്ല, ഡിഫറെൻറ്റ് ഫോൾഡറിലാണ് ഞാൻ ഫയൽ വെക്കുന്നതെങ്കിൽ പാത്ത് കൊടുക്കേണ്ടി വരും. നമ്മളൊരു വലിയ കോഡൊക്കെയാണ് എഴുതുന്നത്, വലിയ ഡേറ്റ അനാലിസിസ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഡേറ്റയും കോഡും കൂടെ ഒരേ ഫോൾഡറിൽ ഇടരുത്, 2 ഫോൾഡറിൽ ഇടുക. സോ ദാറ്റ് എന്തെങ്കിലും ഒരു എറർ പറ്റിയാലും നിങ്ങളുടെ ഡേറ്റ ഡിലീറ്റ് ആയി പോകും. അപ്പം അതുകൊണ്ട് 2 ഫോൾഡറിൽ വെച്ചിട്ടാണ് സാധാരണ നമ്മൾ ചെയ്യുക. പക്ഷേ ഈ എക്സാമ്പിളിന് ഞാൻ സെയിം ഫോൾഡറിൽ തന്നെയാണ് കാണിച്ചത്. ഓക്കെ, എന്നിട്ട് ഇത് റൺ ചെയ്യുമ്പം എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം റൺ ചെയ്യാനായിട്ട് കോഡല്ലല്ലോ, ഔട്ട്പുട്ടാണല്ലോ. അപ്പം ഞാൻ ഔട്ട്പുട്ടിൻ്റെ ഭാഗത്തിൽ വലുതാക്കി വയ്ക്കാം. റൺ ചെയ്യാണ്. ആദ്യത്തെ വരിയിൽ ഞാൻ ഏത് കോഡാണ് റൺ ചെയ്യുന്നതെന്നൊക്കെ എൻ്റെ സ്പൈഡർ ഓട്ടോമാറ്റിക്കായിട്ട് എഴുതി വരുന്നതാണ്. പിന്നെ കാണിക്കുന്ന ഈ പാർട്ടാണ് എന്ത്? നമ്മളുടെ ഡേറ്റ ഫ്രെയിമിനെ ഔട്ട്പുട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡേറ്റ ഫ്രെയിമിനകത്ത് എന്തൊക്കെയുണ്ട്? ഓരോ കോളത്തിനും പേര് കൊടുത്തിട്ടുണ്ട്. അത് എക്സലിനകത്ത് നമ്മൾ കണ്ട അതേ പേര് തന്നെയാണ്. പിന്നെ നെയിമിനകത്ത് നമ്മൾ ഇട്ടിട്ടുള്ള 4 സ്റ്റുഡൻസിൻ്റെയും നെയിമുണ്ട്, അവരുടെ ഫിസിക്സിൻ്റെയും മാർക്കുണ്ട്, മാത്സിൻ്റെയും മാർക്കുണ്ട്. ആൻഡ് ഓട്ടോമാറ്റിക്കലി എന്തും കൂടെ വന്നിട്ടുണ്ട്? ഇൻഡെക്സിങ് കൂടെ വന്നിട്ടുണ്ട്. ആദ്യത്തെ ലൈന് അത് കീസ് ആയിരുന്നു. അപ്പോൾ അതിന് ഇൻഡെക്സ് വേണ്ട. ബാക്കി ഡേറ്റയ്ക്കാണ് ഇൻഡെക്സിങ് ഉള്ളത്. 4 ലൈനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് 0 to 3 വരെ ഇൻഡെക്സ് വന്നിട്ട്.
ഇനി ഇതേ കാര്യം ഞാൻ എക്സൽ ഫയൽ തുറന്ന് ചെയ്യുന്നത് കാണിച്ചു. ഇതാണ് ഞാൻ കോഡിൽ കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒന്ന്, ആദ്യത്തെ ലൈനിൽ യാതൊരു മാറ്റവും പാണ്ടാസ് ഇമ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. രണ്ടാമത്തെ ലൈനിൽ എന്ത് വേണം? എക്സൽ ഫയൽ റീഡ് ചെയ്തിട്ട് ആണ് നമ്മളുടെ ഡേറ്റ ഫ്രെയിം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡേറ്റ ഫ്രെയിമിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. പേര് മാറ്റണം എന്നൊന്നുമില്ല, വേരിയബിളിനെ നമ്മുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ ഒരു കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ വേരിയബിളിൻ്റെ നെയിം DF_CSV എന്നായിരുന്നു നേരത്തെ, ഇവിടെ XLS എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് പ്രിന്റ് ചെയ്യാനും കൊടുക്കേണ്ടത്. ഇനി ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഫയലിൻ്റെ പേര് ഇവിടെ എക്സൽ ഫയലാണ്, അതുകൊണ്ട് XLSX എന്നാണ് അതിൻ്റെ ഫയൽ നെയിം. എന്ത് ചെയ്യുക? അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കണം. ഇതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ എറർ വരും. ഓക്കെ, ഇനി നമുക്ക് അത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ കേസിലും നമുക്ക് സെയിം ഡേറ്റ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഞാനത് റൺ ചെയ്തപ്പം സെയിം ഡേറ്റ തന്നെയാണ് തരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ എക്സൽ ഫയൽ തുറന്നിട്ടാണെങ്കിലും ആ CSV ഫയൽ തുറന്നിട്ടാണെങ്കിലും എനിക്ക് ഡേറ്റ ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്.